9 വർഷമായി ജനകീയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന പി.വി. അൻവറിനെ തള്ളി ആര്യാടൻ ഷൗക്കത്ത്. അൻവറിന്റെ പാർട്ടി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യു.ഡി.എഫിൽ നടക്കുന്നതായി അറിവില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത്. യു.ഡി.എഫിലേക്ക് വരണമെന്ന പലർക്കും ആഗ്രഹമുണ്ട്. എന്നുവെച്ച് യു.ഡി.എഫ് വിചാരിച്ചാൽ മാത്രമല്ലേ തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അൻവർ ആദ്യം DMK-യിൽ ചേരുമെന്ന് പറയുന്നു, പിന്നെ TMC-യിൽ ചേരുന്നുവെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാത്തിനും അഭിപ്രായം പറയാനോ പ്രതികരിക്കാനോ സാധിക്കില്ല. അതിൻ്റെ ആവശ്യവുമില്ല. DMK-യിൽ അൻവർ ചേരുന്നുവെന്ന DMK നേതാക്കളോ അതുപോലെ തന്നെ TMC നേതാക്കളോ പറഞ്ഞിട്ടില്ല. UDF-ൽ അങ്ങനെയൊരു ചർച്ച നടന്നതായി എങ്ങും കേട്ടിട്ടില്ല. ഇതൊക്കെ പാർട്ടി നേതാക്കളാണ് തീരുമാനമെടുക്കേണ്ടത്. അൻവർ ഒരുപാട് വൈകിപ്പോയെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യം എന്താണുള്ളത്? അൻവർ DMK-യിൽ ചേരുന്നു എന്ന് വലിയ വാർത്ത ഒക്കെ നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചു, അൻവറും പറഞ്ഞു. അത് കഴിഞ്ഞ് TMC-യിൽ ചേരുന്നു എന്ന വാർത്ത വന്നു. ഇപ്പൊ UDF-ൽ ചേരുന്നു എന്ന് വാർത്ത വന്നു. ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണം. അതിന്റെ ആവശ്യമുണ്ട്. അല്ല, അത് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ കഴിഞ്ഞതിലൊക്കെ പ്രതികരിക്കണ്ടേ? ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ, DMK-യിൽ അൻവർ ചേരാൻ പോകുന്നു എന്ന് DMK അല്ല പറഞ്ഞത്. അൻവർ TMC-യിൽ ചേരാൻ പോകുന്നു എന്ന് TMC അല്ല പറഞ്ഞത്. അൻവർ UDF-ൽ ചേരാൻ പോകുന്നു എന്ന് നിങ്ങളും UDF-ഉം അല്ല പറയുന്നത്. അല്ല, UDF അല്ല പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, അതൊക്കെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അൻവറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട്. കഴിഞ്ഞ 9 വർഷമായി കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊന്നും അൻവറിനെ കണ്ടിട്ട് പോലുമില്ല. ജനകീയ സമരങ്ങളുടെ ഭാഗമായി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അന്ന് എന്നെ 1-ാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ നടന്നപ്പോഴും അൻവറിനെ കണ്ടിട്ടില്ല. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം ആരംഭിച്ചു. അന്നും വലിയ പ്രതിഷേധങ്ങൾ ഈ പ്രദേശത്ത് നടന്നിരുന്നു. പോത്തുകൽ, കരുളായി, വഴിക്കടവ് തുടങ്ങിയ 3 പഞ്ചായത്തുകളിലെയും 300-ലധികം ആദിവാസി കുടുംബങ്ങൾക്ക് പ്രളയത്തിൽ വീട് നഷ്ടമായിരുന്നു. അവർ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയാണ് കഴിയുന്നത്. അവരെ പുനരധിവസിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിലമ്പൂരിലെ കർഷകരോടും ആദിവാസികളോടും മുഖം തിരിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്നത്. അപ്പോഴൊന്നും പി.വി. അൻവറിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടിട്ടില്ല. UDF-ലേക്ക് ചേരാൻ ആളുകൾ ആഗ്രഹം പ്രകടിപ്പിക്കും. UDF അത് ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത്. UDF അങ്ങനെയൊരു തീരുമാനം എടുക്കണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആദ്യം തീരുമാനമെടുക്കണമെന്നും ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചു. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ.